ഹായ് ഓൾ. വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞ 10 മലയാള സിനിമകളാണ് ഇന്ന് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വില്ലന്മാരെയെല്ലാം തല്ലിയിട്ട് മാസ് കാണിക്കുന്ന നായകന്മാരെ സൃഷ്ടിച്ചിരുന്ന മലയാള സിനിമയിൽ നിന്ന് മാറി കഥയിലും അവതരണ രീതിയിലും വ്യത്യസ്തത പുലർത്തിയ സിനിമകളാണ് ഇവിടെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ സിനിമകളിൽ തന്നെ വളരെ ഡിഫറെൻ്റ് രീതിയിൽ കഥയും കഥാപാത്രങ്ങളെയും നമ്മുടെ മുമ്പിലെത്തിച്ച 10 സിനിമകളാണ് ഇന്നിവിടെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2020 മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ, റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി ഇറങ്ങിയ മൂവി. കളർഫുള്ളായ ലൊക്കേഷനുകളും ഡാൻസും പാട്ടും ആക്ഷനും എല്ലാം കൊണ്ടും നിറഞ്ഞിരുന്ന മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു CU. വീഡിയോ കോളും ചാറ്റും ഈ 2 ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളത്. ഈ ഫ്രെയിമുകൾ കൊണ്ട് തന്നെ സിനിമയുടെ ക്ലൈമാക്സ് വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഈ സിനിമയെ കൊണ്ടായി. നോർത്ത് 24 കഥ ഫഹദ് ഫാസിലിൻ്റെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. എല്ലാ കാര്യങ്ങളും വളരെയധികം ചിട്ടയോടും വൃത്തിയോടും ചെയ്യുന്ന ഒരു കഥാപാത്രം. അത് വളരെ രസകരമായ രീതിയിൽ ഈ സിനിമ നമ്മളെ കാണിച്ചു തന്നു. മലയാള സിനിമയിൽ ആരും തന്നെ ചെയ്യാൻ മുതിരാത്ത ഒരു തീമിനെയായിരുന്നു 2013 റോഷൻ ആൻഡ്രൂസ് പൃഥ്വിരാജ് ചിത്രം നമുക്ക് മുമ്പിൽ എത്തിച്ചത്. അമൽ നീരദിന്റെ സിനിമകൾ മലയാളികൾക്ക് ഒരു പുതിയ ദൃശ്യവിസ്മയമായിരുന്നു. സ്ലോ മോഷനുകളും അതിനു പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ നല്ല രീതിയിൽ ഫ്രെയിമിനെ പകർത്തിയെടുക്കുന്ന ക്യാമറകളും അമൽ നീരദ് സിനിമകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ബിഗ് ബി ഇറങ്ങിയ ടൈമിൽ അമൽ നീരദ് ഒരു പ്രത്യേകതരം ക്യാമറ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതെന്ന് ഞങ്ങളുടെ ഇടയ്ക്കൊരു ടോക്ക് ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുമല്ലോ. (2014) ബിനു സദാനന്ദൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇതിഹാസ. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം മലയാളികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഈ സിനിമയെ കൊണ്ടായി. ഹോളിവുഡ് മൂവിയിൽ നിന്നെടുത്ത തീമാണ് എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പുനർസൃഷ്ടിക്കാൻ ഡയറക്ടറിനെ കൊണ്ടായി. 2019 സൗബിൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ സിനിമയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. സുരാജിൻ്റെ മകനായ സൗബിൻ അച്ഛനെ നോക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ കൊണ്ടുവരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ അതാണ് ഈ സിനിമയുടെ തീം. 2017 ടോവിനോ തോമസ്, ബാലു വർഗീസ് എന്നിവർ പ്രധാന കഥാപാത്രമായി പുറത്തിറങ്ങിയ സിനിമയാണ് തരംഗം. വളരെ വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് തരംഗം. ഞാൻ വരുന്നില്ല, നിനക്കെന്താ പറഞ്ഞാൽ മാത്രമല്ല ക്ലാരിക്കിനെ കണ്ടെടുത്ത കണ്ടാ. എനിക്ക് ഈ ജോയെ കണ്ടെടുത്താ കണ്ടുടാ. പക്ഷെ ആ രീതിയിൽ എപ്പോഴെങ്കിലും ഞാൻ അവന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടോ? ഉണ്ടോ ജോയ്? 2018 ആസിഫ് അലി, മഡോണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ സിനിമയാണ് ഇബിലിസ്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. മലയാളം സംസാരിക്കുന്ന 2005 വിനയൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അത്ഭുത ദ്വീപ്. ഉയരമില്ലായ്മയായിരുന്നു ഈ സിനിമയുടെ വിജയത്തിന്റെ ഉയരം. വലിയ VFXോ ആനിമേഷനോ ഒന്നുമില്ലാതെ ഉയരം കുറഞ്ഞ ആർട്ടിസ്റ്റുകളെ മെയിൻ കഥാപാത്രങ്ങളാക്കി പുതിയൊരു ലോകത്തെ തന്നെയായിരുന്നു നമുക്ക് മുമ്പിൽ ഈ സിനിമ കാണിച്ചു തന്നത്. ഇതുപോലുള്ള ചിത്രങ്ങളെ പ്രേക്ഷകരെന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു.
എങ്കിൽ മാത്രമേ പുതിയ പുതിയ കണ്ടന്റുകൾ മലയാള സിനിമയ്ക്ക് ലഭിക്കൂ.